ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് അതുപോലെ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് പഠിച്ചു. അപ്പോൾ ഇത് വരുന്നത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് ആർ ലോഡിൻ്റെ ഒരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചു. അപ്പോൾ നമുക്കിപ്പം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവറേജ് വോൾട്ടേജ് VO ഈസ് ഈക്വൽ ടു Vm/2π 1 + cos alpha. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതുപോലെ RMS വോൾട്ടേജ് Vm/2√π π - alpha plus half sin 2 alpha. ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കുക. അപ്പോൾ ഇനി സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് ഇത് RL ലോഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു Rഉം Lഉം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ എന്താണ്? V average is equal to Vm/2π cos alpha minus cos ബീറ്റ വരും. RL ലോഡ് ആയതുകൊണ്ട്, കാരണം ഒരു എക്സ്റ്റൻഷൻ ആംഗിൾ വരും. അതുപോലെ RMS വോൾട്ടേജ് Vm/2√π ബീറ്റ മൈനസ് ആൽഫ മൈനസ് ഹാഫ് ഇൻറ്റു സൈൻ 2 ബീറ്റ മൈനസ് സൈൻ 2 ആൽഫ ദ ഹോൾ റേസ് ടു 1/2 വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇനി RL ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ് വരുമ്പോൾ എന്തായിരിക്കും? VO is equal to Vm/π 1 + cos alpha. അപ്പോൾ ഇതും പഠിച്ചു വെക്കാം. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് സർക്യൂട്ട് വിത്ത് RLE ലോഡ്. അപ്പോൾ RLE ലോഡ് വരുമ്പോഴുള്ള കേസിൽ എന്തായിരിക്കും ഇക്വേഷൻ വരുന്നത്? RLE ലോഡിൻ്റെ കേസിൽ ആവറേജ് ലോഡ് VO is equal to 1/2π Vm cos alpha minus cos beta പ്ലസ് ഒരു വരും, ഇൻറ്റു 2π പ്ലസ് ആൽഫ മൈനസ് ബീറ്റ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് എഴുതിയിട്ട് ഓരോ കേസിലുള്ള ആവറേജ് VO അല്ലെങ്കിൽ VRMS ഇതിൻ്റെ രണ്ടിൻ്റെ ഇക്വേഷൻസ്, അത് RL ലോഡ് RL ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡ്, ഈ 4 കേസിലുള്ള ഇക്വേഷൻസ് ഒരു ബോക്സ് ആക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ. അതുപോലെ RMS വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? IRMS is equal to 1/2π alpha to π minus alpha sin square omega t plus e square minus 2Vm sin omega t d omega t. ഓക്കെ. ഇതാണ് RMS വാല്യൂ ഓഫ് ലോഡ് കറണ്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസാണ് നമുക്ക് ഹാഫ് വേവിൽ വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാം. സിംഗിൾ ഫേസ് നോക്കാം. സിംഗിൾ ഫേസ് 230 വോൾട്ട്. അപ്പം 230 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. 1 kW പവർ തന്നിട്ടുണ്ട്. P അല്ലേ, പവറാണ് 1 kW തന്നിട്ടുള്ളത്. 1 kW ഹീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് സിംഗിൾ ഫേസ് 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. അപ്പോൾ സിംഗിൾ ഫേസ് ആണ്, 230 വോൾട്ടാണ്, 50 ഹെർട്സ് ആണ്. ത്രൂ ആൻ SCR, അതായത് ഒരു SCRലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോർ ഫയറിംഗ് ആംഗിൾ ഡിലേസ് ഓഫ് 40 ഡിഗ്രി, അതായത് ആൽഫ ഇസ് ഇക്വൽ ടു 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൽഫ ഇസ് ഇക്വൽ ടു 90 ഡിഗ്രി തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി പവർ അബ്സോർബ്ഡ് ഇൻ ദി ഹീറ്റർ എലമെൻറ്റ്. അതാണ് കാണേണ്ടത്. നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? സൊല്യൂഷൻ എങ്ങനെയാണ്? ഹീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് ഹീറ്റർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്തത്? V²/P. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അല്ല, ഇങ്ങനെ എഴുതിക്കൂട്ടെ. പവർ ഈസ് ഈക്വൽ ടു I² R എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ. I² ഇൻറ്റു R. I² എന്ന് പറഞ്ഞാൽ നമുക്ക് V/R എന്ന് എഴുതാം, V²/R² എന്ന് എഴുതാം. അപ്പോൾ ആറും പോയി കഴിഞ്ഞാൽ V²/R എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ. അപ്പം R ഈസ് ഈക്വൽ ടു V²/P. അത് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു V²/P എന്ന് എഴുതാൻ പറ്റും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? കാരണം P ഈസ് ഈക്വൽ ടു V ഇൻറ്റു I എന്നുള്ള ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം. കാരണം I ഈസ് ഈക്വൽ ടു എന്താണ്? I എന്ന് പറഞ്ഞാൽ V/R അല്ലേ. അപ്പോൾ V²/R ആണ് P അല്ലേ.
അപ്പോൾ അങ്ങനെ R = V square by P എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ വോൾട്ടേജ് V തന്നിട്ടുണ്ട്, എത്രയാണ്? 230 വോൾട്ട് തന്നിട്ടുണ്ട്. 1 കിലോവാട്ട് മീൻസ് എത്രയാണ്? 1000 വാട്ടാണ്. ഓക്കെ, 1 കിലോവാട്ട് is 1000 വാട്ട്. അപ്പം R = 230 സ്ക്വയർ ബൈ 1000 തന്നിട്ടുണ്ട്. The value of RMS voltage for alpha is equal to 45 degree. അപ്പം എന്താ കാണേണ്ടത്? നമുക്ക് ഫയറിംഗ് ആംഗിൾ 45 ഡിഗ്രിയിലും 90 ഡിഗ്രിയും, ഇപ്പോൾ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 45 90 ഡിഗ്രിയും. അപ്പോൾ ഈ രണ്ട് ഫയറിംഗ് ആംഗിളിലും പവർ അബ്സോർബ് ഇൻ ദ ഹീറ്റർ അബ്സോർബ് ചെയ്യുന്ന പവറാണ് കാണേണ്ടത്. അപ്പോൾ 6 കിട്ടി. ഇനി എന്താണ് വാല്യൂ ഓഫ് RMS വോൾട്ടേജ്? അപ്പോൾ നമുക്ക് എപ്പോഴും കാണേണ്ടി വരിക RMS വോൾട്ടേജ് ആണ്. അപ്പോൾ RMS വോൾട്ടേജിൻ്റെ ഇക്വേഷൻ VR = എന്താണ്? ഇക്വേഷൻ എന്താണ്? √2 × 230. അതായത് നമുക്ക് തന്നിട്ടുള്ളത് 230 വോൾട്ട്. ഇപ്പോൾ 230 തന്നു കഴിഞ്ഞാൽ അത് VM അല്ല, അത് VRMS തന്നിട്ടുള്ളത്. അപ്പം അതിനെ VM ആക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ എന്താണ്? VRMS = VM/2π അല്ലേ? VM/2π π മൈനസ് ആൽഫ പ്ലസ് ഹാഫ് ഇൻറ്റു സൈൻ π/2 the whole raised to 1/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ? ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇപ്പം നമ്മളിപ്പം പറഞ്ഞതാണ് VRMS = VM/2√π π മൈനസ് ആൽഫ പ്ലസ് ഹാഫ് ഇൻറ്റു സൈൻ 2α. അപ്പോൾ ഇവിടെ എന്താണ് VM എന്ന് പറയുന്നത്? VM എന്താണ്? √2 × 230 ആണ് VM വരിക. കാരണം 230 വോൾട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് VRMS ആണ്. അപ്പോൾ അതിനെ VMലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു √2 കൊണ്ട് ചെയ്യും. പിന്നെ ഡിവൈഡ് ബൈ 2√π, പിന്നെ π മൈനസ് ആൽഫ. ആൽഫ എത്രയാണ് പറഞ്ഞത്? ആൽഫ = 45 ഡിഗ്രിയും ആൽഫ = 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 45 ഡിഗ്രി ചെയ്യും. അപ്പം ആൽഫ = π/4 അല്ലേ? π മൈനസ് π/4 പ്ലസ് എന്ത് കിട്ടും? 1/2 സൈൻ 2 × π/4. അപ്പം 4ഉം 4ഉം പോയി π/2. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളിപ്പം അപ്പം ആ സെയിം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇതിങ്ങനെ കിട്ടിയത്. അപ്പോൾ എന്ത് കിട്ടി? 155.07 വോൾട്ട്. അതാണ് RMS വോൾട്ടേജ് അറ്റ് ആൽഫ = 45 ഡിഗ്രി. ഇനി പവർ അബ്സോർബ് ബൈ ദ ഹീറ്റർ എലമെൻറ്റ് ഫോർ ആൽഫ = പവർ P = ഞാൻ പറഞ്ഞു പിക്ക് നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ I²R എന്ന് എഴുതാം, അല്ലെങ്കിൽ V²/R എന്ന് എഴുതാം. ഇങ്ങനെ എന്ത് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ? അപ്പം V²/R എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VRMS ആണ് കേട്ടോ. VRMS²/R എന്നുള്ള ഇക്വേഷനിൽ പവറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VRMS നമുക്ക് കിട്ടിയത് 155. അത് ആൽഫ = 45ൽ 155 ആണ്. അപ്പോൾ 155² ഡിവൈഡ് ബൈ ഇതിൻ്റെ R നമുക്ക് എത്ര കണ്ടുപിടിച്ചത്? R എത്ര നമ്മൾ കണ്ടുപിടിച്ചത്? R 230 the whole square by 1000. അപ്പോൾ ആ വാല്യൂ എത്രയാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിന് പകരം അവർ ചെയ്തത് 230² × 1000, അതായത് ഇത് ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ഹോൾ 230² × 100 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 230² by 1000 എത്രയാണോ അത് ചെയ്യാം. എത്ര വരിക? 230² by 1000 കിട്ടുന്നത് നമുക്ക് 52.9 ആണ് കിട്ടുക അല്ലേ? 52.9 കിട്ടും. അപ്പോൾ ആ 52.9 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 155 whole square divided by R 52.9. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 454.57 വാട്ട്സ് കിട്ടും. ഇത്രയാണ് 454.57 വാട്ട്സ്. ഇതാണ് പവർ അബ്സോർബ്ഡ് ബൈ ദി ഹീറ്റർ എലിമെൻറ്റ്. ഓക്കെ, പവർ അബ്സോർബ്ഡ് ബൈ ദി ഹീറ്റർ എലിമെൻറ്റ്. അപ്പം ഫോർ ആൽഫ = 45 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഫോർ ആൽഫ = 90 ഡിഗ്രി. 90 ഡിഗ്രി ആകുമ്പോൾ എന്താ വ്യത്യാസം വരിക? π മൈനസ് ആൽഫയുടെ അടുത്ത് π/4 വരും, π/2 വരും. അതുപോലെ സൈൻ α/2 അല്ലേ? അപ്പം സൈൻ
π/2 എന്താ വരിക, π/4 വരും അല്ലേ, sin 45. അപ്പോൾ sin 45 അങ്ങനെയല്ലേ, sin π/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം π/2 ഇവിടെ sin α/2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ, sin α/2 എന്നാണ് ഇക്വേഷൻ, α/2 ആണ്. അപ്പോൾ ആൽഫ നേരത്തെ π/4 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഓക്കെ, സോറി π/2 അല്ല, π/2 അല്ല, sin 2α എന്നല്ലേ. അപ്പം നേരത്തെ 2 × π/4 ചെയ്യുമ്പോഴാണ് π/2 കിട്ടിയത്. ഇപ്പം എന്തായിരിക്കും, 2 × π/4 പകരം π/2 അല്ലേ 90 ഡിഗ്രി. ഇപ്പം 2 2 പോയി, sin π എന്താണ് 0 ആണ്. അപ്പോൾ അതാണ് ഇവിടെ 0 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 115 വോൾട്ട് കിട്ടി. ഇനി പവർ കാണാൻ വേണ്ടിയിട്ട് v സ്ക്വയർ 155 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ നേരത്തെ ഇത് 6 നമുക്ക് കിട്ടിയത് 52.99. അത് ചെയ്യുമ്പോൾ 250 വാട്ട്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്, നമ്മൾ ഫയറിംഗ് ആംഗിൾ ആൽഫ ഇസ് ഈക്വൽ ടു 45 മീൻസ്, അതായത് ഒരു 45 ഡിഗ്രി വരുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ, ഇതായിരിക്കും 45 ഡിഗ്രി വരിക. ഇനി ഫയറിംഗ് ആംഗിൾ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി മീൻസ് ഇവിടെ നിന്നായിരിക്കും തൈറിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഇതാണ് 45 90 തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു കേസിൽ 45 ഇത്രയും പവർ, അതായത് AC ഇത്രയും ടൈം ഓണാണ്, ഇത്രയും പവർ നമ്മുടെ ഹീറ്റർ എലമെൻറ്റ് കിട്ടി. അതുകൊണ്ട് പവർ എത്ര കിട്ടി, 454 വാട്ട് കിട്ടി. ഇവിടെ ഇത്രയും ടൈം AC നമ്മുടെ സ്വിച്ച് ഓഫാണ്, AC സപ്ലൈ ഇല്ല. അപ്പോൾ ഈ ഒരു ഹാഫ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആക്ച്വലി 250 വാട്ട്സ് മാത്രമേ നമ്മൾ ഹീറ്റർ അബ്സോർബ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് തൈറിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്ര പവർ കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ ആ AC ആവറേജ് വാല്യൂ RMS വാല്യൂ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ DC ബാറ്ററി ഈസ് ചാർജ്ഡ് ത്രൂ എ റെസിസ്റ്റർ R. ഒരു റെസിസ്റ്റർ R വഴി ഒരു DC ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ട്. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ആവറേജ് വാല്യൂ ഓഫ് ചാർജിങ് കറണ്ട്. Derive an expression for average value of charging current in terms of VM, E, R, etc. എന്തുകൊണ്ട് ആവറേജ് വാല്യൂ ഓഫ് ചാർജിങ് കറണ്ട് ഡിറൈവ് ചെയ്യണം. ഓൺ ദി അസംഷൻ ദാറ്റ് SCR ഈസ് ഫയർഡ് കണ്ടിന്യൂസ്ലി. ഇപ്പോൾ SCR കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫോർ ആൻ AC സോഴ്സ് വോൾട്ടേജ് 230 വോൾട്ട് 50 ഹെർട്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആവറേജ് ചാർജിങ് കറണ്ട്. Average charging current for R is equal to 8 ohm and E is equal to 150 volt. അതായത് ഒരു DC ബാറ്ററി, ഈ DC ബാറ്ററി ഒരു റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിൽ ഒരു തൈറിസ്റ്റർ വെച്ച് ചാർജ് ചെയ്യാണ്. നമ്മൾ പ്രാക്ടിക്കൽ സർക്യൂട്ടിലും ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ടില്ലേ, ഒരു വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ ബാറ്ററി കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത്, അപ്പോൾ അതിലൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായി, അപ്പോൾ നമ്മളെ ലോഡ് ബാറ്ററിയാണ്. അപ്പോൾ ഇതൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് മാത്രമായി അല്ലേ, ഒരു റെസിസ്റ്റൻസ് സർക്യൂട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം എങ്ങനെയായിരിക്കും, ഒരു ഉണ്ട്, ഒരു RE. ആക്ച്വലി ഇതൊരു RE സർക്യൂട്ടായി, RE റെസിസ്റ്ററും ഒരു ഇയും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അപ്പം മിനിമം θ1 θ2 എന്ന് പറഞ്ഞാൽ മിനിമം ആൻഡ് മാക്സിമം ഫയറിംഗ് ആംഗിൾ. അപ്പം θ1 കൂടുതലായിരിക്കണം ഫയറിംഗ് ആംഗിൾ, അതുപോലെ θ2 കുറവായിരിക്കണം. അപ്പോൾ ഫയറിംഗ് ആംഗിളിലൊരു ലിമിറ്റേഷൻസ് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ആവറേജ് വാല്യൂ ഓഫ് ചാർജിങ് കറണ്ട് ഇൻ ടേംസ് ഓഫ് VM. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ചാർജിങ് കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് ദ പവർ സപ്ലൈ ടു ദ ബാറ്ററി ദാറ്റ് ഡിസിപ്പേറ്റഡ് ഇൻ റെസിസ്റ്റർ, അതുപോലെ കാൽക്കുലേറ്റ് ദി സപ്ലൈ പവർ ഫാക്ടർ. ഇത് മൂന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വോൾട്ടേജ് ഇക്വേഷൻ എഴുതി എങ്ങനെയാണ്, VM sin omega t. ഇത് അല്ലേ, ഇവിടുത്തെ വോൾട്ടേജാണ് VM sin omega t. നമ്മൾ KVL അപ്ലൈ ചെയ്തിട്ട് VM sin omega t KVL അപ്ലൈ ചെയ്യാൻ അറിയില്ലേ, ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് E
പ്ലസ് ഈ റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ് I0 ഇൻറ്റു R. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ആവറേജ് വാല്യൂ ഓഫ് ചാർജിങ് കറണ്ട്. അപ്പോൾ നമുക്ക് I0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ I0 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈനെ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പം VM sin omega t മൈനസ് E ഡിവൈഡ് ബൈ R ആയിരിക്കും എന്ത് I0. ദാറ്റ് ഈസ് I0 ഇസ് ഈക്വൽ ടു VM sin omega t മൈനസ് E ബൈ R കിട്ടി. ഓക്കെ, VM sin omega t മൈനസ് E ബൈ R. ഇനി എന്താണ്, ഇറ്റ് സീൻ ഫ്രം ഫിഗർ. നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, SCR ഈസ് ടേൺഡ് ഓൺ വെൻ VM sin θ1 is equal to E and it is turned off when VM sin θ2 is equal to E. അതായത് നമ്മൾ SCR ടേൺ ഓൺ ചെയ്യുന്നത് θ1നും θ2ലുമാണ്. θ1ൽ ടേൺ ഓൺ ചെയ്യും, θ2ൽ ടേൺ ഓഫ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഈ ഉണ്ടെങ്കിൽ, കാരണം ഈ ഒരു വോൾട്ടേജ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ തൈറിസ്റ്റർ എപ്പോഴൊക്കെയാണ് ഫോർവേഡ് ബയസ് ആവുക, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അതായത് ഇതിനെ വോൾട്ടേജ് ഇവിടെ കൂടുതൽ വോൾട്ടേജ് വേണം അല്ലേ, അതായത് ഈ ഒരു സൈഡിൽ കൂടുതൽ വോൾട്ടേജ് വേണം. അപ്പോൾ ഇവിടെ ഒരു 5 വോൾട്ട് നമ്മൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ട് ആണെങ്കിൽ ഇതിനിടയിൽ വോൾട്ടേജ് ഡിഫറൻസ് ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ 6 വോൾട്ട് ആകുമ്പം എന്ത് ചെയ്തു, ഇവിടെ ഹയർ പൊട്ടൻഷ്യലായി, ഇവിടെ ലോവർ പൊട്ടൻഷ്യലായി, P പോസിറ്റീവായി അപ്പോൾ ഓണാവും അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ തൈറിസ്റ്റർ ഓണാവും. അപ്പോൾ ഈ θ1 θ2 എന്നുള്ളൊരു ആംഗിളിന് ശേഷം മാത്രമേ, കാരണം അതായത് നമ്മളെ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ E ആകുമ്പോൾ മാത്രമേ തൈറിസ്റ്റർ ഓണാവും. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് സീൻ ഫ്രം ഓക്കെ ദ ബാറ്ററി ചാർജിങ് റിക്വയർസ് ഓൺലി ദ ആവറേജ് കറണ്ട് I0 ഗിവൺ ബൈ I0ൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. I0 ഈസ് ഈക്വൽ ടു എന്താണ് 1/2πR 1/2πR അതായത് ആവറേജ് വോൾട്ടേജ് ഡിവൈഡ് ബൈ R അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക, 1/2πR ഇൻറ്റു 1/2π, അതായത് VRMSൻ്റെ ഇക്വേഷൻ. VRMSൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, 1/2π ഇൻറ്റു θ1 ടു ആവറേജ്, സോറി VRMS അല്ല VO, θ1 ടു പൈ മൈനസ് θ1, പിന്നെന്താണ് VM sin omega t മൈനസ് E ഇൻറ്റു ഡി ഒമേഗ ടി. കാരണം VM sin omega t മൈനസ് E ആണ് അവിടുത്തെ വോൾട്ടേജ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷനിൽ നമുക്ക് എന്ത് കിട്ടി, IRMSൻ്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് 1/2π VRMSൻ്റെ കിട്ടി. അപ്പോൾ ഡിവൈഡ് ബൈ R ചെയ്ത് കഴിഞ്ഞാൽ IRMS കിട്ടി. അപ്പം ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, 1/2πR ഇൻറ്റു VM cos θ1 മൈനസ് E ഇൻറ്റു പൈ മൈനസ് 2θ1. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്യും, θ1 കണ്ടുപിടിക്കും. θ1 ഈസ് ഈക്വൽ ടു എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 150/√2 ഇൻറ്റു 230. എങ്ങനെ കിട്ടിയ സൈൻ θ1, എങ്ങനെയാണ് സൈൻ θ1 കിട്ടിയ, സൈൻ θ1 മീൻസ് എപ്പോഴാണോ ഓൺ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ നമ്മളെ 150 വോൾട്ടാണ് നമ്മുടെ ഇത് തന്നിരിക്കുന്നത്, അത് ഡിവൈഡ് ബൈ എത്രയാണോ നമ്മൾ തന്നിട്ടുണ്ട് 150 വോൾട്ട്. അപ്പോൾ E ബൈ VM ആണ് θ1. θ1 ഈസ് ഈക്വൽ ടു θ1ൻ്റെ ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് E ബൈ VM. അപ്പോൾ ഇതാണ് θ1ൻ്റെ ഇക്വേഷൻ. അപ്പോൾ എന്താണ് 150 ആണ്, VM എന്ന് പറയുന്നത് നമ്മളെ 230 ഇൻറ്റു √2 ആണ്. അപ്പോൾ അതുകൊണ്ട് 27 കിട്ടി. അപ്പോൾ I0 ആണോ, I0 ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു R തന്നിട്ടുണ്ട് 8 Ω, 2 എന്താ √2, 230 cos 270 മൈനസ് 466 മൈനസ് 150 ഇൻറ്റു പൈ മൈനസ് സംതിങ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 4.9676 ആംബിയേഴ്സ് കിട്ടി. 4.9676 ആംബിയർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി പവർ സപ്ലൈ ടു ബാറ്ററി എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു ഡ്രോ ചെയ്ത കറണ്ട്. അപ്പോൾ നിങ്ങളെടുത്ത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ പവർ സപ്ലൈ ടു ബാറ്ററി ഒഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബാറ്ററിയുടെ വോൾട്ടേജ് ഇൻറ്റു ബാറ്ററി ഡ്രോ ചെയ്യുന്ന കറണ്ട്. അപ്പോൾ ഇ ഇൻറ്റു I0, 150 ഇൻറ്റു I0 നമുക്ക് കിട്ടി, അത് ചെയ്തു. ഓക്കെ,
ഇനി ഫോർ ഫൈൻഡിങ് പവർ ഡിസിപ്പേഷൻ ഇൻ ആർ ദ RMS വാല്യൂ ഓഫ് ചാർജിങ് കറണ്ട് മസ്റ്റ് ബി ഒബ്റ്റൈൻഡ്. അപ്പം എന്ത് കാണണം, ഇനി പവർ ഡിസിപ്പേഷൻ ഇൻ ആർ റെസിസ്റ്റൻസിലുള്ള പവർ ഡിസിപ്പേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം, RMS വാല്യൂ കാണണം. അപ്പോൾ RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അതിൽ വാല്യൂസ് കൊടുത്താണ് ഈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ കാണിച്ചു. അപ്പോൾ അത് വാല്യൂ ഇതിൽ കൊടുത്തപ്പോഴാണ് നമുക്കിങ്ങനെ കിട്ടിയത്. അപ്പോൾ പവർ ഡിസിപ്പേഷൻ ഇൻ റെസിസ്റ്റർ കിട്ടി. ഇനി പവർ ഫാക്ടർ, സപ്ലൈ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ് സപ്ലൈ പവർ ഫാക്ടർ? പവർ സപ്ലൈ ടു ദി ബാറ്ററി പ്ലസ് പവർ ഡിസിപ്പേഷൻ ഇൻ റെസിസ്റ്റർ. അപ്പോൾ ടോട്ടൽ പവർ സപ്ലൈഡ് ഡിവൈഡ് ബൈ V ഇൻറ്റു I, അതായത് 230 ഇൻറ്റു IRMS. അപ്പോൾ അതാണ് സപ്ലൈ പവർ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹാഫ് വേവ് റെക്ടിഫയേഴ്സിൻ്റെ പ്രോബ്ലംസ് വരുന്നത്. അപ്പം ഈ ബിംബ്രയുടെ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഇക്വേഷൻസ് പഠിക്കുക, എന്നിട്ട് ഒന്നുകൂടി നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ഫുൾ വേവ് കൺവേർട്ടേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാം. ഓക്കെ.